ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത്തവണ നമ്മളോടൊപ്പം ആടിപ്പാടി ജസ്റ്റ് കളിക്കാൻ വേണ്ടി നമുക്ക് ഒരു പുതിയ കൂട്ടുകാരൻ കൂടി വരുന്നുണ്ട് കേട്ടോ. അവന്റെ പേരെന്താണെന്നോ? ചിക്കൂസ്. അവനിങ്ങ് എത്തുന്നതിന് മുമ്പായി ഒരു പാട്ട് കേൾക്കാം. ചാടി വരുന്നേരം കാണാൻ എന്തൊരു ചേലാണ്, തുള്ളി ചാടി വരുന്നേരം കാണാൻ എന്തൊരു ചേലാണ്. മുള്ളുകൾ വള്ളികളൊക്കെ തിന്ന് വയറു നിറച്ചൊരു വരവാണ്, വയറു നിറച്ചൊരു വരവാണ്. എന്റെ വീട്ടിലെ കുഞ്ഞാട്, എന്നുടെ സ്വന്തം കുഞ്ഞാട്, എന്നെ കാണും നേരത്ത് ഓടിയെടുക്കും കുഞ്ഞാട്. അമ്മയെ കാണും നേരത്ത് അമ്മിങ്ങയ്ക്ക് തിരക്കാണ്, അമ്മയെ കാണും നേരത്ത് അമ്മിങ്ങയ്ക്ക് തിരക്കാണ്. പാൽനുര ചുണ്ടിലൊലിപ്പിച്ച് കുസൃതി കളിച്ചൊരു നിൽപ്പാണ്, കുസൃതി കളിച്ചൊരു നിൽപ്പാണ്. എന്റെ വീട്ടിലെ കുഞ്ഞാട്, എന്നുടെ സ്വന്തം കുഞ്ഞാട്, എന്നെ കാണും നേരത്ത് ഓടിയെടുക്കും കുഞ്ഞാട്. കാടും മേടും താണ്ടാനും കളിച്ചിരിയാലെ നടക്കാനും, കാടും മേടും താണ്ടാനും കളിച്ചിരിയാലെ നടക്കാനും. അവനിന്നെനിക്ക് കൂട്ടാണ്, അവനൊരു നേരം പോക്കാണ്, അവനൊരു നേരം പോക്കാണ്. എന്റെ വീട്ടിലെ കുഞ്ഞാട്, എന്നുടെ സ്വന്തം കുഞ്ഞാട്, എന്നെ കാണും നേരത്ത് ഓടിയെടുക്കും കുഞ്ഞാട്. എന്റെ വീട്ടിലെ കുഞ്ഞാട്, എന്നുടെ സ്വന്തം കുഞ്ഞാട്, എന്നെ കാണും നേരത്ത് ഓടിയെടുക്കും കുഞ്ഞാട്. ചിക്കൂസ്. കൂട്ടുകാരെ, പാട്ട് ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് ചിക്കൂസിനെ പരിചയപ്പെടാം. ചിക്കൂസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പഠിക്കാനെന്ന പോലെ കളിയിലും അവൻ മിടുക്കനാണ് കേട്ടോ. കളിയിലെ കാര്യവും കാര്യത്തിലെ കളിയും ചിക്കൂസിന് നല്ലവണ്ണം അറിയാം. മഹാകുസൃതിക്കാരനായ ചിക്കൂസിന് കൂട്ടുകാരെ ചിരിപ്പിക്കാൻ മാത്രമല്ല ചിന്തിപ്പിക്കാനും കഴിയും. അതാ ചിക്കൂസ് ഇങ്ങ് എത്തിയല്ലോ.
ചക്ക വാങ്ങാൻ പാക്കരൻ ചന്തയ്ക്കു പോയി, ചാക്കെടുത്തു തോളിലിട്ടു വെക്കം നടന്നു. മുക്കിൽ തന്റെ ചാക്കു വെച്ചു ചായ കുടിക്കെ, നോക്കി നിന്ന ചക്കിപ്പൂച്ച ചാക്കിൽ കേറിപ്പോയി. നീ പോടാ. ഷടാ, അവന്മാർ പിന്നെയും ഇടി കൂടാൻ തുടങ്ങിയല്ലേ. ഇവന്മാരുടെ അടിപിടി നിർത്താൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. ആ, വഴിയുണ്ട്. അയ്യോ, എന്ത് രുചിയല്ലേ. ശരിയാ. നിനക്കെത്ര മാങ്ങ കിട്ടി? 2. എനിക്ക് 4 കിട്ടി. ഒന്നിതാ, നീ വെച്ചോ. ഹി ഹി ഹി, അങ്ങനെ അവരുടെ വഴക്ക് തീർന്നു. ഇപ്പോൾ എന്തൊരു ചെങ്ങാത്തം, എന്തൊരു സ്നേഹം. ചിക്കൂസ്. കൂട്ടുകാരെ, ഇടി കൂടുമ്പോൾ ഒരു മാമ്പഴം വീഴ്ത്തി നോക്കണേ. സ്നേഹത്തിന്റെ മാമ്പഴം, തമ്മിൽ തള്ളുന്നവരെ ഒന്നിപ്പിക്കുന്ന ഐക്യത്തിന്റെ ചക്കര മാമ്പഴം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നോ. ഇത്തിരിയേയുള്ളൂ നമ്മളെങ്കിലും ഒത്തിരി ഒത്തിരി ചെയ്യാനുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി ഒരു അടിപൊളി പാട്ടായാലോ? ഞങ്ങളെ വീട്ടിലിരിക്കുമ്പോൾ തിങ്കൾ വന്ന് വിളിക്കുന്നു, മാങ്ങ പെറുക്കാൻ പോരുന്നു. ചൊവ്വയ്ക്കുണ്ടൊരു മാന്തോട്ടം, കാവൽക്കാരൻ ബുധനാണേ. മാങ്ങ പെറുക്കാൻ പോകുമ്പോൾ വ്യാഴവും വെള്ളിയും ഓടുന്നു, ശനിയും പിറകെ ഓടുന്നു, ദിവസങ്ങൾ അങ്ങനെ ഓടുന്നു. പാട്ട് എങ്ങനെയുണ്ട്? രസികനല്ലേ? ഇനി നമ്മുടെ ചിക്കൂസ് അടുത്തതായി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. മുണ്ടൻ കണ്ടൻ ചെണ്ടയെടുത്തു, ടിണ്ടക ടിണ്ടക ചെണ്ടയടിച്ചു. ചെണ്ടയടിച്ചതു ശരിയായില്ല, ചെണ്ടക്കോലാൽ വീണ്ടും അടിച്ചു. ഡിണ്ടക ടിണ്ടക ടിണ്ടിണ്ടോ, ടിണ്ടക ടിണ്ടക ടിണ്ടിണ്ടോ. മണ്ട പൊളിഞ്ഞു, ചെണ്ട കരഞ്ഞു, മണ്ടൻ കണ്ടൻ മണ്ടിയൊളിച്ചു. ചേച്ചിക്കെന്താണ്? പച്ചക്കറിയാണോ പഴവർഗ്ഗങ്ങളാണോ വേണ്ടത്? എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ചേച്ചി, ആ കള്ളൻ താമോ വരുന്നുണ്ട് കേട്ടോ, സൂക്ഷിച്ചോളൂ. എന്തിനാണാവോ ഇങ്ങോട്ട് കേറി വരുന്നത്? ഒരു പഴം ഇങ്ങെടുത്തേ. ഇതാ പഴം. ഹായ്, എന്ത് രസമുള്ള മാല. ഇതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അയ്യോ, ഓടി വരണേ, എന്റെ മാല പോയേ. കള്ളൻ കള്ളൻ. കള്ളൻ താമുവാ ആ മാല പൊട്ടിച്ചത്. അങ്ങോട്ടാ പോയത്. വാടാ, നമുക്ക് പോകാം. ഇന്നത്തോടെ അവന്റെ അഹങ്കാരം ഒന്ന് തീർക്കണം. വരൂ, എല്ലാരും വരൂ, വാ. എല്ലാവരും വടിയെടുത്തോ. എടാ കള്ളൻ താമു, നിന്നെ ഞങ്ങൾ പിടിക്കുമടാ. എന്താണൊരു ബഹളം? കള്ളൻ താമു മാല പൊട്ടിച്ചു വരുന്നേ. പിടിച്ചോ ചിക്കൂസേ, വേഗം പിടിച്ചോ ചിക്കൂസേ, വേഗം പിടിച്ചോ.
കള്ളൻ ദാമു ആണല്ലോ ആ വരുന്നത്. അയാളെ പിടിക്കാൻ എന്താണൊരു വഴി? അയ്യോ എന്റെ തല പോയേ, അയ്യോ എന്റെ അമ്മേ. അയ്യോ എന്റെ അമ്മേ. അമ്പട പശു, ദാമുവിനെ കൊണ്ടുപോകല്ലേ. അവനെ കൊണ്ടുപോകാൻ ആളുകൾ ഇതാ എത്തിപ്പോയി. അതാ ദാമു. അമ്പടാ, നീ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അല്ലേ? ഈ പശുവാ നമ്മെ സഹായിച്ചത്. അല്ല, നമ്മുടെ ചിക്കൂസാ. താങ്ക് യു ചിക്കൂസ്. എന്നാ പിടിച്ചോ. നിനക്കത് വേണം. കള്ളാ, എവിടെടാ മാല? അയ്യോ അമ്മേ, എന്നെ കൊല്ലല്ലേ. ഇതാ മാല, എനിക്ക് വേണ്ട. ഹി ഹി ഹി. ചിക്കൂസ്. കൂട്ടുകാരെ, തിന്മയുടെ കാട്ടാനകൾ നന്മയുടെ കരിമ്പിൻ തോട്ടത്തിൽ മതിച്ചു തിമർത്ത് ഉലസുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട. ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് ചങ്ങാതി. നമ്മൾ വിചാരിച്ചാൽ പലതും നടക്കും. നല്ല മനസ്സും ചങ്കൂറ്റവും പിന്നെ ഇത്തിരി ബുദ്ധിയുമുണ്ടെങ്കിൽ ദുഷ്ടന്മാരെ പറപ്പിക്കാം. എന്നാൽ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ റെഡിയല്ലേ? ഇത്തിരിയേ ഉള്ളൂ നമ്മളെങ്കിലും ഒത്തിരി ചെയ്യാനുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി അടുത്തതായി ഒരു രസികൻ പാട്ട് കേൾക്കാം. കറുകറുമ്പനാന കുറുകുറുമ്പനാന കുടവയറൻ കരിക്കൊമ്പൻ ആന വരുന്നേ. കറുകറുമ്പനാന കുറുകുറുമ്പനാന കുടവയറൻ കരിക്കൊമ്പൻ ആന വരുന്നേ. പോലെ നാലു കാലിൽ അഹങ്കാരി കൊമ്പനാന പുറം പോലെ ചെവിയുമാട്ടി കുറ്റിച്ചൂലിൻ വാലു വീശി. ഉരലു പോലെ നാലു കാലിൽ അഹങ്കാരി കൊമ്പനാന പുറം പോലെ ചെവിയുമാട്ടി കുറ്റിച്ചൂലിൻ വാലു വീശി. തൊട്ടടുത്തൊരാറ്റിൽ നീരാട്ടാടിടാൻ കുട്ടിക്കൊമ്പൻ ആന വരുന്നേ. തൊട്ടടുത്തൊരാറ്റിൽ നീരാട്ടാടിടാൻ കുട്ടിക്കൊമ്പൻ ആന വരുന്നേ. കറുകറുമ്പനാന കുറുകുറുമ്പനാന കുടവയറൻ കരിക്കൊമ്പൻ ആന വരുന്നേ. തടി പിടിക്കാൻ മടിയൻ പണിയെടുക്കാൻ മടിയൻ തീറ്റ പ്രിയൻ കൊമ്പനതി വമ്പൻ തുമ്പൻ. തടി പിടിക്കാൻ മടിയൻ പണിയെടുക്കാൻ മടിയൻ തീറ്റ പ്രിയൻ കൊമ്പനതി വമ്പൻ തുമ്പൻ. കറുകറുമ്പനാന കുറുകുറുമ്പനാന കുടവയറൻ കരിക്കൊമ്പൻ ആന വരുന്നേ. കറുകറുമ്പനാന കുറുകുറുമ്പനാന കുടവയറൻ കരിക്കൊമ്പൻ ആന വരുന്നേ.
കൂട്ടുകാരെ, ഏത് കാര്യവും ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ചിക്കൂസിന്റെ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. മുട്ടനും കുട്ടനും മാവുണ്ടാക്കി, മാങ്ങ പൂത്തു മാങ്ങ വീണു. കുട്ടനിടതെ കയറിപ്പോയി, മുട്ടൻ വലതെ കയറിപ്പോയി. രണ്ടാളും ഒപ്പം വീണു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിക്കാതെ വളർന്നാൽ വളയും, വായിച്ചു വളർന്നാൽ വിളയും. അയ്യോ, എന്റെ അമ്മേ, ആരാണാവോ ഇതെന്റെ തലയിലേക്ക് ഇട്ടത്? നിനക്ക് തീരെ ഉന്നമില്ല, നേരെ ഏറിയേ. ഓ പിന്നെ വലിയ ഏറുകാരൻ വന്നിരിക്കുന്നു. നീ എറിയുന്ന കല്ലുകളിൽ ഒന്നുപോലും ആ മാങ്ങയുടെ ഏലത്തു കൂടെ പോയിട്ടില്ലല്ലോ. ഇവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എന്താണൊരു വഴി? ആ, ഒരു വഴിയുണ്ട്. എടാ, നിറം കണ്ടിട്ട് നല്ലവണ്ണം പഴുത്ത മാങ്ങയാണെന്നാ തോന്നുന്നത്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊർന്നു. ശരിയാ, പക്ഷെ നമ്മളെങ്ങനെ ഈ വേലിയുടെ അപ്പുറത്തെത്തുക? എടാ, ഞാൻ പൈപ്പിങ്ങടുത്തേ. വേഗം, ഹാവു, വേഗം വാ. ആരെങ്കിലും വരുന്നതിന് മുമ്പ് വേഗം തിന്നാൻ നോക്ക്. എടാ ദ്രോഹികളെ, എന്റെ മാങ്ങ മുഴുവൻ എറിഞ്ഞു വീഴ്ത്തിയല്ലോടാ. അയ്യോ, ആര് വരുന്നുണ്ട്? വേഗം ഓടിക്കോ. നോക്കടാ, എന്റെ കാലിൽ നിന്നും ചോരയൊലിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ആ പാവം മനുഷ്യന്റെ പറമ്പിൽ കയറി മാങ്ങ മോഷ്ടിച്ചതിനല്ലേ അയാൾ നിങ്ങളെ വടിയെടുത്ത് ഓടിച്ചത്? മാത്രമല്ല, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വഴിയിലിട്ട മുള്ള് നിങ്ങളുടെ കാലിൽ തന്നെ തറച്ചില്ലേ? എവിടെ ആ അസത്തുകളെ? അടിച്ച് തൊലിപ്പൊളിക്കുന്നുണ്ട് ഞാൻ. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? ഒന്നും പറയാണ്ട എന്റെ ചിക്കൂസേ. ദേ, ഞാൻ കഷ്ടപ്പെട്ട് നനച്ചു വളർത്തി കൊണ്ടുവന്നതാ ഈ മാവ്. ഇതിൽ ആദ്യമായിട്ടുണ്ടായ മാമ്പഴമല്ലേ ഇവന്മാർ ചേർന്ന് മോഷ്ടിച്ചെടുത്തത്. ചേട്ടാ, ഇത്തവണ അവരോട് ക്ഷമിച്ചു കളയേ. ഇനി മേലിൽ ഇവരിങ്ങനെയൊന്നും ചെയ്യില്ല. ഉറപ്പാണോ? ഉറപ്പ്. സത്യം? ചേട്ടൻ എന്നെ വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ. ആ, സമ്മതിച്ചു. ഇനി ആ പരിസരത്തെങ്ങാനും കണ്ടാൽ അടിച്ച് കാലൊടിക്കും ഞാൻ. കേട്ടോടോ ചെറുക്കന്മാരെ? കൂട്ടുകാരെ, എന്റെ വാക്കിന്റെ പിൻബലത്തിലാണ് നിങ്ങളിപ്പോൾ അടികൊള്ളാതെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് എന്നെ അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ കാലിൽ തറച്ചതുപോലെ ഈ മുള്ളുകൾ മറ്റാരുടെയെങ്കിലും കാലിൽ തറച്ചാലോ? അവർ നിങ്ങളെ ശപിക്കില്ലേ? അങ്ങനെ പലരുടെയും ശാപമേറ്റാൽ നിങ്ങൾക്ക് പരലോകത്ത് സ്വസ്ഥത കിട്ടുമോ? നരകത്തിലെ കൊടും തീയിൽ കിടന്ന് കരിയാനാണോ നിങ്ങൾക്കിഷ്ടം? അല്ലേ അല്ല. എങ്കിൽ വഴിയിൽ നിന്ന് മുള്ളുകൾ മാറ്റിയിടാൻ എന്നെ ഒന്ന് സഹായിച്ചേ.
അല്ല ഇതാര്? നമ്മുടെ മുസ്തഫയും മാഷിക്കുമല്ലേ? മാഷിന് ഇവരെ അറിയാമോ? പിന്നല്ലാതെ, ഇവരെന്റെ ക്ലാസ്സിലാ പഠിക്കുന്നത്. ക്ലാസ്സിലെ ഏറ്റവും വലിയ വികൃതികളായ ഇവർ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുകയോ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാഷേ, ഏതു ക്രൂരന്റെ ഉള്ളിലും ഒരല്പം നന്മ ബാക്കിയുണ്ടാവും. ശരിയാ, മനസ്സ് വെച്ച ആർക്കും വളരെ എളുപ്പത്തിൽ നല്ലവനാകാൻ കഴിയും. എന്നാ ഞാൻ സ്കൂളിൽ പോട്ടെ. ശരി മാഷേ. കൂട്ടുകാരെ, ഇപ്പോൾ തന്നെ വൈകി. എനിക്ക് വീട്ടിൽ മടങ്ങിയെത്തണം. ഞാൻ പോകട്ടെ. ശരി ചിക്കൂസ്. കൂട്ടുകാരെ, നമ്മുടേതല്ലാത്ത ഏത് ചെറിയ സാധനം എടുക്കുമ്പോഴും അതിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് നമുക്ക് വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇത്രയേയുള്ളൂ നമ്മളെങ്കിലും ഒത്തിരി ചെയ്യാനുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനിയൊരു പാട്ടുകൂടി കേൾക്കാം. എങ്കിൽ ശരി മഹാരാജാവേ, എങ്ങനെയാണ് താങ്കൾ ചെലവ് ചുരുക്കുന്നത്?
വിഡ്ഢികളെ, ഞാൻ പറയാം. എനിക്ക് ഓരോ ദിവസവും ഓരോ കോഴികളെ നിങ്ങൾ പിടിച്ചു തന്നാൽ മതി. മറ്റൊരു മൃഗത്തെയും ഞാൻ കൊന്നു തിന്നില്ല. അങ്ങനെ എനിക്ക് ചെലവ് ചുരുക്കാൻ കഴിയും. എങ്ങനെയുണ്ട്? അല്ല മഹാരാജാവ്, രാജ്യം ഭരിക്കണമെങ്കിൽ ശക്തി വേണ്ടേ? സിംഹത്താന് മറ്റാരെക്കാളും ശക്തിയുണ്ട്. താങ്കൾക്കതില്ലല്ലോ. എടാ മണ്ടച്ചാരെ, ഈ സിംഹാസനത്തിൽ ഇരുന്നാൽ ആർക്കും ശക്തിയുണ്ടാകും. നമ്മൾ കാണുന്ന അന്ന് മുതലേ ആ ദുഷ്ടൻ സിംഹം ഇതിലാണിരിക്കുന്നത്. ഇതിലൊരു പ്രാവശ്യം ഇരുന്നാൽ മതി ഈ കാട്ടിലെ ഏറ്റവും വലിയ ശക്തിമാനായി തീരാൻ. ഇപ്പോൾ ഞാനാണ് ഈ കാട്ടിലെ ഏറ്റവും ശക്തൻ. എങ്കിൽ ഞാനും ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. പോടാ, ഞാൻ ആർക്കും ഇനി ഈ സിംഹാസനം വിട്ടുതരില്ല. എന്നോട് ഏറ്റുമുട്ടാൻ ഇനി നിങ്ങൾക്കാർക്കും കഴിയില്ല. അപ്പോൾ ഇനി സിംഹത്താൻ വന്നാലോ? അവന്റെ കഥ ഞാൻ കഴിക്കും. ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ നിങ്ങൾക്ക് അവനോട് പോയി പറയാം ഇങ്ങോട്ട് വരണ്ടാന്ന്. ഒളിവിലിരുന്നൊരു സിംഹത്താൻ എല്ലാം കേട്ടൊരു രാജത്താൻ മെല്ലെയൊന്നു മുരണ്ടപ്പോൾ നെറ്റി വിറച്ചു കുറുക്കച്ചാൻ, നെറ്റി വിറച്ചു കുറുക്കച്ചാൻ. പുറത്തു വന്നു സിംഹത്താൻ, വിറച്ചു നിന്നു കുറുക്കച്ചാൻ. കുതിച്ചു ചാടി സിംഹത്താൻ, പിടഞ്ഞു വീണു കുറുക്കച്ചാൻ, പിടഞ്ഞു വീണു കുറുക്കച്ചാൻ. ചിക്കൂസ്, ഇനി നമ്മുടെ ചിക്കൂസിന്റെ അടുത്ത കുസൃതി എന്താണെന്ന് നോക്കാം. വന്നാട്ടെ വന്നാട്ടെ കൂട്ടുകാരെ, എല്ലാരും വന്നാട്ടെ കൂട്ടുകാരെ. തൊട്ടു കളിക്കുവാൻ കൂട്ടരുണ്ട്, തട്ടിക്കളിക്കുവാൻ പന്തുമുണ്ട്, കൊട്ടിക്കളിക്കുവാൻ തപ്പുമുണ്ട്, കെട്ടിയുയർത്തുവാൻ പട്ടമുണ്ട്. നീ ആരാണെന്ന നിന്റെ വിചാരം? നീ ഒന്ന് പോടി. ഓ, അമ്മേ രവിയുടെ അമ്മയും തമ്മിൽ ഇന്നും വഴക്കാണല്ലോ. എന്നാണാവോ ഈ വഴക്കും വക്കാണോ ഒന്ന് തീരുക. എടി, നീ ആരാണെന്നാ വിചാരിച്ചത്? നീ ആരാണെന്ന നിന്റെ വിചാരം? നീ ഒന്ന് പോടി. നീ പോടി. എന്റെ പറമ്പിൽ ഓല എടുക്കാൻ നിനക്ക് തോന്നിയല്ലോടി. ഓല വീണ ഒച്ച കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായടി അത് വീണത് എന്റെ പറമ്പിലാണെന്ന്. ഒച്ച കേട്ടറിയാൻ നീ ആരടി പടച്ചോനോ? ഒരു കേൾവിക്കാരത്തി. നീ പോടി. അതും പറഞ്ഞ് അവിടെ ഇരുന്നോ? നീ പോടി. നീ ഒന്ന് പോടി. നീ പോടി. നീ ഇങ്ങോട്ട് നോക്ക് ദാക്ഷായണി. ഇത് കണ്ടില്ലേ ഈ തെങ്ങ് നിൽക്കുന്നത്? ഇതിൽ നിന്ന് വീണതാ ഈ ഓല. നോക്ക് ദാക്ഷായണി, ഈ തെങ്ങ് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ഇതിന്റെ ഓലയാ കിടക്കുന്നത്. നീ ഒന്ന് പോടി. ചിക്കൂസ് എന്തിനാ വിളിച്ചേ? സമാധാന ചർച്ചക്ക് തയ്യാറെടുക്കാനാണോ? അതൊന്നും ഇപ്പോൾ നടപ്പില്ല മോനെ. സൈന്യങ്ങൾ അതിർത്തിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. എന്തോ അടുത്ത പരിപാടി? ഒരു കമാൻഡോ ഓപ്പറേഷൻ എന്നുവെച്ചാൽ നാം നമ്മുടെ സമാധാന സേനയെ വിളിക്കാം. എന്നിട്ട് ഓപ്പറേഷൻ ഓല. ഞങ്ങള് റെഡി. എങ്കിൽ ഞാനും രവിയും ഇപ്പോൾ വരാം. യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. യുദ്ധവിരുദ്ധ സമരം സിന്ദാബാദ്. യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. എഴുത്, ഈർക്കിളി ഓടിക്കല്ലേ. ആ പോസ്റ്റർ തിരിച്ചു വെക്ക്. ആ അങ്ങനെ ആ ഓരവിടെ ചാരി വെക്കട്ടോ. പോസ്റ്റർ പോരരുതേ, വേഗം കൊണ്ടുവാ. യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട,
ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. യുദ്ധവിരുദ്ധ സമരം സിന്ദാബാദ്. യുദ്ധവിരുദ്ധ സമരം സിന്ദാബാദ്. യുദ്ധവിരുദ്ധ സമരം സിന്ദാബാദ്. യുദ്ധവിരുദ്ധ സമരം സിന്ദാബാദ്. യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ. യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. യുദ്ധവിരുദ്ധ സമരം സിന്ദാബാദ്. യുദ്ധവിരുദ്ധ സമരം സിന്ദാബാദ്. യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ. യുദ്ധം നിറുത്തൂ, യുദ്ധം നിറുത്തൂ. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. കൂട്ടുകാരെ, കുട്ടികൾ തമ്മിലായാലും വീട്ടുകാർ തമ്മിലായാലും മതങ്ങൾ തമ്മിലായാലും രാജ്യങ്ങൾ തമ്മിലായാലും വഴക്കിടുന്നത് കാണുമ്പോൾ, ഇടികൂടുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കരുതേ, കണ്ട് രസിക്കരുതേ, തമ്മിലടുപ്പിക്കരുതേ. സമാധാനത്തിനായി ചെറുതെങ്കിലും ഒരു കൈത്തിരി കത്തിച്ചു വെക്കാൻ മറക്കരുതേ. ഇത്തിരിയേയുള്ളൂ നമ്മളെങ്കിലും ഒത്തിരി ഒത്തിരി ചെയ്യാനുണ്ട് കേട്ടോ കൂട്ടുകാരെ. പാട്ടുകളെല്ലാം കൂട്ടുകാർ നന്നായി ആസ്വദിച്ചില്ലേ? ബുദ്ധിശാലിയും കുസൃതിക്കാരനുമായ ചിക്കൂസിനെയും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ചിക്കൂസിനെ കണ്ട് പഠിക്കണം കേട്ടോ. ഇനിയും എന്റെ കൂട്ടുകാർക്കായി ഒത്തിരി ഒത്തിരി കഥകളും രസികൻ പാട്ടുകളുമായി ഞാൻ വീണ്ടും വരും. കൂട്ടുകാർ കാത്തിരിക്കില്ലേ?